നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് തുടക്കമായത്. ദേശീയപാത മുതൽ വിഴിഞ്ഞം വരെ, കെ-ഫോൺ മുതൽ ക്ഷേമ പെൻഷൻ തുടങ്ങി എല്ലാ മേഖലയിലും പുരോഗതി എന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. ഒരു ഭാഗത്ത് മലയോര ഹൈവേ, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ. ഇതിനിടയിൽ തന്നെ ക്ഷേമ പെൻഷൻ 600 രൂപ നേരത്തെ 18 മാസം കുടിശ്ശിക. ഈ കഴിഞ്ഞ ഗവൺമെന്റ് LDFിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കൽ. കേന്ദ്ര സർക്കാരിനും പ്രതിപക്ഷത്തിനും മുഖ്യമന്ത്രിയുടെ വക രൂക്ഷ വിമർശനവും ഉണ്ടായി. തകരട്ടെ, കൂടുതൽ തകരട്ടെ ഈ ഒരു നശീകരണ വികാരം. അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു. കേന്ദ്ര സർക്കാർ നിഷേധ നിലപാട് സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ ക്ഷണിക്കപ്പെട്ട 500ഓളം പേരുമായി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയും നടന്നു. ആശാസമരവും ധൂർത്തും തുടങ്ങി നിരവധി ആരോപണങ്ങൾക്കിടെ തുടർഭരണം കൂടി ലക്ഷ്യമിടുന്നതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.